ഇന്ന് എനിക്ക് കിട്ടിയ മീൻ എന്താണെന്ന് കാണണ്ടേ? ഇതാ കണ്ടോ, കവറിനകത്തൊരു പുതിയൊരു മീനാണ്. സാധാരണ കാണാനും നല്ല ഭംഗിയും ചേലും ഒക്കെ ഉള്ളൊരു മീൻ. ഞങ്ങളിതിനെ ഇവിടെ കാര അല്ല CD കാര എന്ന് ഞങ്ങളൊരുമാതിരി തമാശ പോലെ പറയാറുണ്ട്. കണ്ടോ, അതിൻ്റെ നല്ല പച്ചക്കുള്ള മീൻ. ഇപ്പം ഇത് വറുക്കുന്നതിന് നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പം ഇതിനെ ഇനി കഴുകി മുളകൊക്കെ പുരട്ടിയിട്ടാണ് ഇത് ഇനി അടുത്ത് വറുക്കേണ്ടത്. അപ്പം ഇനി അത് കഴുകാൻ പോവുകയാണേ. ഞാനിതാ നല്ല മീനിനെ കഴുകി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതാ വെളുത്തുള്ളി ഇതിലേക്ക് വേണ്ടിയിട്ട് അരയ്ക്കുകയാണ്. മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുകയാണ്. വെളുത്തുള്ളി, ഇതാ ഇഞ്ചി, പിന്നെ നല്ല പച്ചക്കുള്ള കുരുമുളകാണ് ചേർക്കാൻ പോകുന്നത്. പച്ചക്കുള്ള കുരുമുളക് കണ്ടോ. അപ്പോൾ ഇതാണ് നല്ലത്. നമ്മുടെ മീനിനൊക്കെ ചേർക്കുമ്പോൾ അത് നല്ലതായിട്ട് കിട്ടും. നല്ല രുചിയും പ്രത്യേക ഒരു സ്വാദും ഒക്കെയാണ് കുരുമുളക്. പിന്നെ കുറച്ച് വറ്റൽമുളക്, ഇതിനോടുകൂടെ ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ്, പിന്നെ നല്ല പച്ച കറിവേപ്പിലയാണ്. ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ടാണ് ഇതിൽ മീനിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഈ കൂട്ടുകളെല്ലാം കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിലിനി ഈ മീനിലോട്ടിട്ട് പുരട്ടണം. അത് കഴിഞ്ഞിട്ട് ഇതാ ശകലം ഗരം മസാലയാണ്. ഇത് ഗരം മസാല കൂടെ ചേർക്കുകയാണ്. ഗരം മസാല ഇതാ പെരുംജീരകവും എല്ലാം കൂടെ ചേർന്ന സാധനം. ഇതാ അതിടുമ്പോൾ ഇച്ചിരി മീനിന് നല്ലൊരു മണം കിട്ടും. ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് ഇനി മീനിലോട്ടൊന്ന് വെച്ച് പുരട്ടണം. തേച്ച് പിടിപ്പിക്കണം. ഓരോ നാട്ടിങ്ങനെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുകയാണ്. നമ്മുടെ CD കാര കണ്ടോ, ഇലയിലിരുന്ന് ഇങ്ങനെ ഇലയിൽ വെച്ചാണ് ഇവിടെ പൊള്ളിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വാഴയിലയിൽ വെച്ച് പൊള്ളിക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിന് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കാണാം.